തിരുവനന്തപുരം നന്തങ്കോട് കൂട്ടക്കൊലപാതക കേസിൽ ഇന്ന് ശിക്ഷ വിധിച്ചേക്കും. ശിക്ഷാവിധിയിൽ വാദവും ഇന്ന് നടക്കും. പ്രതി കേഡൽ ജിൻസൺ രാജ കുറ്റക്കാരനാണെന്ന് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി ഇന്നലെ കണ്ടെത്തിയിരുന്നു. 2017 മാതാപിതാക്കളും സഹോദരി ഉൾപ്പെടെ 4 പേരെയാണ് ക്രൂരമായി കേഡൽ കൊലപ്പെടുത്തിയത്. ഷബീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുന്നു. ഷബീദ്, എന്തായാലും ഈ അപൂർവങ്ങളിൽ അപൂർവമായ കേസാണിത്. വധശിക്ഷ വേണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞല്ലോ. എന്തൊക്കെയാണ് വിവരങ്ങൾ? ശിക്ഷാവിധിയിൽ വാദം നടക്കുമ്പോൾ ഈ കേസ് അപൂർവങ്ങളിൽ അപൂർവമാണെന്നും മാത്രമല്ല പരമാവധി ശിക്ഷ വേണം എന്നുള്ള കാര്യം അത് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുമെന്ന് ഇന്നലെ തന്നെ പ്രതികരിച്ചിരുന്നു. കേരളത്തെ ഞെട്ടിച്ച നന്തങ്കോട് കൂട്ടക്കൊലപാതക കേസിലാണ് ഇന്നൊരു പക്ഷേ വിധി പറയാൻ പോകുന്നത്. തിരുവനന്തപുരം 6ാം അഡീഷണൽ സെഷൻസ് ജഡ്ജി കെ വിഷ്ണുവായിരിക്കും വിധി പറയുക. ഇന്നലെ ഈ പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരുന്നു. പ്രതിക്കെതിരെ കൊലപാതകം, അതേപോലെ തന്നെ തെളിവ് നശിപ്പിക്കൽ, ആസൂത്രണം അടക്കമുള്ള കുറ്റങ്ങളാണ് നിലവിൽ ഇപ്പോൾ തെളിഞ്ഞിട്ടുള്ളത്. 2017 ഏപ്രിൽ 5, 6 തീയതികളിലായിരുന്നു 4 പേരെ കേഡൽ ജിൻസൺ രാജ നന്തങ്കോട്ടെ വീട്ടിൽ വെച്ച് കൊലപ്പെടുത്തിയത്. അച്ഛൻ രാജാ തങ്കം, അമ്മ ഡോക്ടർ ജീൻ പത്മ, സഹോദരി കരോളിന, ബന്ധുവായ ലളിത എന്നിവരെയായിരുന്നു കൊലപ്പെടുത്തിയത്. ഈ വിഷയത്തിൽ ഇതിന്റെ വാദം നടക്കുമ്പോഴടക്കം, അതായത് വിചാരണ നടക്കുമ്പോഴടക്കം പ്രതിഭാഗം ആവർത്തിച്ച കോടതിയിൽ പറഞ്ഞത് കേഡൽ ജിൻസൺ രാജയ്ക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതായിരുന്നു. എന്നാൽ ഇയാൾക്ക് മാനസിക പ്രശ്നമില്ല എന്നുള്ള മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ട് അത് നിർണായകമായിട്ടുണ്ട്. കൊലപാതകത്തിന് മുൻപോ ശേഷമോ കേഡലിന് മാനസിക പ്രശ്നമില്ല എന്നുള്ളതാണ് മെഡിക്കൽ ബോർഡിന്റെ കണ്ടെത്തൽ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇയാളുടെ ആസൂത്രണമാണ്. പ്രത്യേകിച്ച് ഇയാൾ ഫ്ലിപ്കാർട്ട് അക്കൗണ്ട് വഴി കൊലപാതകങ്ങൾക്ക് ഉപയോഗിച്ച സ്റ്റാൻലി സ്കാർപ്പിന്റെ സാക്സ് എന്ന മഴു അത് ഇയാൾ വാങ്ങിയത് ആസൂത്രണത്തിന്റെ ഭാഗമാണ്. മാത്രമല്ല 4 കൊലപാതകങ്ങൾക്ക് ശേഷം അത് സൂക്ഷിച്ചതും അത് കത്തിക്കാൻ ശ്രമിച്ചതും ഈ ആളുകളെ ഈ കൊല്ലപ്പെട്ടവർ വീട്ടിലുണ്ട് എന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചതൊക്കെ ആസൂത്രണത്തിന്റെ ഭാഗമാണെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരുന്നു. കൂടാതെ ഇത് പുറത്തറിഞ്ഞതിന് ശേഷം ഇയാൾ വീട്ടിലുണ്ടായിരുന്ന പണവും ID കാർഡും എടുത്തുകൊണ്ട് ചെന്നൈയിലേക്ക് ഒളിവിൽ പോയതടക്കമുള്ള കാര്യങ്ങൾ ആസൂത്രണത്തിന്റെ ഭാഗമാണ് എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ വാദം. മാത്രവുമല്ല ഈ കേഡൽ പിടിക്കപ്പെട്ടപ്പോൾ ആദ്യം പറഞ്ഞ ആസ്ട്രൽ പ്രൊജക്ഷൻ അടക്കമുള്ള കഥകൾ അത് രക്ഷപ്പെടാനുള്ള വെറും കെട്ടുകഥകൾ മാത്രമാണ് എന്നുള്ള പ്രോസിക്യൂഷന്റെ വാദവും കോടതി മുഖവിലക്കെടുത്തു. അങ്ങനെയാണ് പ്രതി കുറ്റക്കാരനാണെന്നും പ്രതിക്കെതിരെ കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ, ആസൂത്രണം അടക്കമുള്ള കുറ്റം തെളിഞ്ഞിട്ടുണ്ട് എന്ന് കോടതി കണ്ടെത്തിയത്. ഏതായാലും ഈ വിഷയത്തിൽ ഇയാളുടെ മാനസിക നിലയിലെ വിശദമായ പരിശോധനാ റിപ്പോർട്ട് അടക്കം കോടതിക്ക് മുൻപിലുണ്ട്. സ്വാഭാവികമായും അതുകൂടി പരിഗണിച്ച് കോടതി എന്ത് ശിക്ഷ ഇയാൾക്ക് വിധിക്കും, ക്രൂര കൊലപാതകത്തിന് എന്ത് ശിക്ഷ വിധിക്കും എന്നുള്ളതാണ് നിർണായകം. ഓക്കെ, താങ്ക് യു ഷബീദ് റാവുത്തർ.